കുറേ ആൾക്കാർ പറയുന്നുണ്ട് ആ ചേട്ടൻ മരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ ആ സ്ത്രീൻ്റെ കരച്ചിൽ കേട്ട് അല്ലെങ്കിൽ ആ ഒരു വീഡിയോ കണ്ടിട്ട് നമ്മൾ ആ ചേട്ടനെ സപ്പോർട്ട് ചെയ്യില്ല. ആ ചേച്ചിനെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുക. ഷിംജിത എന്ന് പറയുന്ന ആ സ്ത്രീനെ ആയിരിക്കും നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക എന്ന് കുറേയധികം പേര് പറയുന്നുണ്ട്. ആ ചേട്ടൻ മരിച്ചത് കൊണ്ട് മാത്രമാണ് ആ ചേട്ടനെ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് കുറേയധികം ആൾക്കാർ പറയുന്നുണ്ട്. സോ ആ സെയിം കാര്യമാണ് എനിക്കിതിൽ. കാരണം ഇവിടെ ആ ചേട്ടൻ കരഞ്ഞപ്പോൾ നമ്മളെല്ലാവരും ഞാനത് വിശ്വസിച്ചു, ആ വീഡിയോ വിശ്വസിച്ചു. സെക്കൻഡ് ആ ചേച്ചി ഇട്ട വീഡിയോയ്ക്കകത്ത് ഒരു സ്ത്രീ എന്നൊരു പരിഗണന നമ്മളവിടെ കൊടുത്തു. അതുകൊണ്ടാണ് നമ്മളത് വിശ്വസിച്ചത്. കാരണം എന്താ, ആ ചേച്ചി വന്നിട്ട് ചേച്ചീനെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഫിസിക്കലി ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് എന്നൊക്കെ ചേച്ചി പറയുമ്പോൾ നമ്മൾ അതവിടെ വിശ്വസിച്ചു. ഇന്ന് ഈ പറയുന്ന ആ കരഞ്ഞുകൊണ്ടിരിക്കുന്ന ചേട്ടൻ മരിച്ചിരുന്നുവെങ്കിൽ, അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ, ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ്, ആ ചേട്ടൻ മരിച്ചിരുന്നുവെങ്കിൽ നമ്മൾ ആ ചേച്ചീനെ പറഞ്ഞേനെ 2 മക്കളെയും കൊണ്ട് അവൾ ഒളിച്ചോടി. അവൾ അത്രയും അമ്മയെപ്പോലെ സ്നേഹിക്കുന്ന ആ മനുഷ്യനെ ഒഴിവാക്കിയിട്ട് അവൾ ഒളിച്ചോടി. നമ്മുടെ സൊസൈറ്റിയിൽ ഇങ്ങനെയാണ് നടക്കുന്നത്. സോ എനിക്ക് ആ ഒരു ഷിംജിത കേസും ഈ ഒരു ഇതും വെച്ചിട്ട് കണക്ട് ചെയ്യാൻ പറ്റിയത് ഈ ഒരു കാര്യമാണ്. നമ്മൾ സ്ത്രീ എന്ന പരിഗണന ആ ചേച്ചിക്ക് കൊടുത്തു. പക്ഷേ പരിഗണന കൊടുത്തു, അതുകൊണ്ട് നമ്മൾ ആ കാര്യം വിശ്വസിക്കുന്നു എന്നല്ല ഞാൻ പറയുന്നത്. ആ ചേച്ചി പറയുന്നതാണോ സത്യം, അല്ലെങ്കിൽ ഈ ചേട്ടൻ പറയുന്നതാണോ സത്യം എന്ന് ഈ വീട് കാണുന്ന എനിക്കാണെങ്കിലും നിങ്ങൾക്കാണെങ്കിലും അറിയില്ല അല്ലേ. അവരുടെ പേഴ്സണൽ ലൈഫ് നമുക്കറിയില്ല, അവരുടെ പേഴ്സണൽ കാര്യങ്ങളൊന്നും നമുക്കറിയില്ല അല്ലേ. എന്നിട്ടാണ് നമ്മൾ ഓരോന്ന് കമൻറ്റ് ഇടുന്നത്. അവനങ്ങനെ ഉപദ്രവിച്ചിട്ടാണ് അവൾ പോയത്, അല്ലെങ്കിൽ ആ ചേച്ചീനെ പറ്റിയിട്ട് അവൾ ഇറങ്ങിപ്പോയി, അവൾ ചാടിപ്പോയി എന്നൊക്കെ നമ്മൾ കമൻറ്റ് ഇടുന്നത് നമ്മുടെ ഒരു അഭിപ്രായമാണ് നമ്മൾ അതിൻ്റെ അകത്ത് രേഖപ്പെടുത്തുന്നത്. അല്ലാതെ ഒരിക്കലും അവരുടെ ലൈഫിൽ നടന്നൊരു കാര്യമായിരിക്കില്ല. ഓക്കെ, ഇപ്പം എനിക്ക് ആ ചേച്ചിനെ ചേട്ടനെ പറ്റിയിട്ടും നന്നായിട്ട് ഡീപ്പായിട്ട് അറിയാവുന്ന ഒരാളാണ് ഞാനെങ്കിൽ ഞാൻ വന്ന് കമൻറ്റ് ചെയ്യുന്നതിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാവും. ഓരോരുത്തർ വീഡിയോ ഇടുമ്പോൾ അതിനടി കമൻറ്റ് ബോക്സ് കൊടുത്തേക്കുന്നത് ഓരോരുത്തരുടെ അഭിപ്രായം രേഖപ്പെടുത്താനാണ്. പക്ഷെ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ. അത് ഞാൻ ഈ ഒരു ഷിംജിത കേസും ഈ ഒരു ഇന്നലെ കണ്ടൊരു വീഡിയോയും വെച്ചിട്ട് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റിയ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ.